ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്റെ ഭാഗവത പഠന ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 14-ാം അധ്യായം 19-ാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 14-ാം അധ്യായം 20-ാമത്തെ ശ്ലോകം മുതൽ ക്ലാസ് ആരംഭിക്കുന്നു. നമ്മുടെ ക്ലാസ് നയിക്കുന്നതിനെ ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരയാജുഹാവ പുത്രേദ്വിതന്മയതയാതരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനസുസ്മി. പ്രമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. മുമ്പ് പറഞ്ഞാല് തൃതീയ സ്കന്ധം 14-ാം അധ്യായം 20-ാമത്തെ ശ്ലോകം ആരംഭിക്കും. തൃതീയ സ്കന്ധം അധ്യായം 14 ശ്ലോകം 20. ന വയം പ്രഭവസ്താം ത്വാമനുകർത്തും ഗൃഹേശ്വരീം അപ്യായുഷാവാകാർജ്ഞേന യേ ചാന്യേ ഗുണകൃത്നവാം. ദിതിയും കശ്യപനും തമ്മിലുള്ള സംഭാഷണമാണ്. ന വയം പ്രഭവഃ താം ത്വാം അനുകർത്തും ഗൃഹേശ്വരി. ഹേ ഗൃഹേശ്വരി, ഗൃഹസ്ഥാശ്രമത്തിന്റെ ഈശ്വരിയായിരിക്കുന്നവളെ, താം ത്വാം അങ്ങനെയുള്ള നിന്നെ, അനുകർത്തും അനുകരിക്കാനായി, വയം ന പ്രഭവ ഞങ്ങൾ സമർത്ഥന്മാരല്ല. പത്നിയുടെയും പതിയുടെയും മഹത്വങ്ങളും അതിൽ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ പ്രാധാന്യവും ഒക്കെ സൂചിപ്പിച്ച് പത്നിയെ സന്തോഷിപ്പിക്കൽ ഗൃഹസ്ഥ കൃത്യമാണ്, ഒക്കെ ശരിയാണ്, സമ്മതിച്ചു. പക്ഷെങ്കിൽ നിന്നെ അനുകരിക്കുവാൻ ധർമ്മപത്നിയായി നീ ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് തുല്യമായി തിരിച്ചും ഉപകാരം ചെയ്യണം എന്നാണ്. പത്നിയുടെ ഗുണങ്ങൾ നന്നായി അറിയാവുന്ന ഒരാൾ അഭി ആയുഷാവാ കാൽസ്നേന ഏച അന്യേ ഗുണഗൃത്നവ, ഗുണങ്ങളെ ആഗ്രഹിക്കുന്നവർ, ഗുണഗൃത്നവ ഗൃഹീതും ഇച്ഛവ ഗൃത്നവ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഗുണങ്ങളെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരായ ഏ അന്യേച്ച വേറെ ആരാണോ ഉള്ളത്, കാൽസ്നേന ആയുഷാവാ അവരുടെ ആയുസ് മുഴുവൻ കൊണ്ടും നപ്രഭവ സമർത്ഥന്മാരല്ല. നിന്നെ അനുകരിക്കാൻ ഒരു പത്നി ഭർത്താവിനോട് ചെയ്യുന്ന ധർമ്മങ്ങൾക്ക് പകരം തിരിച്ചു ചെയ്യാൻ ഒരായുസ് മുഴുവൻ വിചാരിച്ചാലും ഞങ്ങൾക്ക് പതികൾക്ക് ആവില്ല എന്നുള്ള സത്യമാണ്. അനേകം ജന്മങ്ങൾ കൊണ്ടുപോലും അത് സാധിക്കാൻ പറ്റില്ല. അഥവാ പ്രത്യുപകാരം ചെയ്യാം എന്ന് വിചാരിച്ചാൽ പോലും അവരെ പത്നിയുടെ ഗുണം ശരിക്കും തിരിച്ചറിയുന്നവരല്ല. അതുകൊണ്ടാണ് ഗുണഗ്രാഹികൾ എന്ന വിശേഷണങ്ങൾ ഉപയോഗിച്ചത്. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് ചെയ്യുന്ന എല്ലാവിധ ധർമ്മങ്ങൾക്കും പ്രതിധർമ്മം ചെയ്യുവാൻ ഞങ്ങൾ വെച്ചാൽ പതിമാർ ആരും സമർത്ഥരല്ല, ഞങ്ങളെ കൊണ്ടാവില്ല. ഇപ്പൊ കണക്കറ്റ്
പതികളോട് ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ധർമ്മപത്നിമാരാണ് ഈ പത്നിമാർ. അതുകൊണ്ട് അവർ ആവശ്യപ്പെടുന്ന ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കാൻ നിർബന്ധിതനാണ് ഇവിടെ പതി. കാരണം അവരിങ്ങോട്ട് ചെയ്യുന്ന തൻ്റെ ബീജം സ്വീകരിച്ച് തൻ്റെ പുത്രനെ 10 മാസത്തോളം ഗർഭത്തിൽ ചുമന്ന് വളർത്തി വലുതാക്കിക്കൊണ്ടുവരുന്ന ഒരു കൃത്യം, അതിനൊരു പ്രത്യുപകാരമായി ചെയ്യാൻ ഒരു ഭർത്താവിന് തിരിച്ചു കൊടുക്കാൻ ഒന്നുമില്ല. എത്ര വിചാരിച്ചാൽ അതാവുകയില്ല. അതുകൊണ്ടാണ് ന പ്രഭവസ്താം ത്വാം അനുകർത്തും ഗൃഹേശ്വരി എന്ന് ആദ്യം തന്നെ പറഞ്ഞത്. ന വയം പ്രഭവസ്താം ത്വാം അനുകർത്തും ഗൃഹേശ്വരി അപ്യായുഷാവാകാൽജ്ഞേന യേ ഗുണകൃത്നവാം. ഹേ ഗൃഹേശ്വരി, താം ത്വാം അനുകർത്തും വയം ഗുണകൃത്നവഃ യേ അന്യേ ച കാൽജ്ഞേന ആയുഷാ വാ ന പ്രഭവ. ന വയം പ്രഭവസ്താം ത്വാമനുകർത്തും ഗൃഹേശ്വരി അപ്യായുഷാവാകാൽജ്ഞേന യേ ചാന്യേ ഗുണകൃത്നവാം. ന വയം പ്രഭവസ്താം ത്വാമനുകർത്തും ഗൃഹേശ്വരി അപ്യായുഷാവാകാൽജ്ഞേന യേ ചാന്യേ ഗുണകൃത്നവാം. അഥാപി കാമേതം തേ പ്രജാത്യൈകരവണ്യലം യഥാ മാം ന അതിവോചന്തി മുഹൂർത്തം പരിപാലയാം. അഥാപി എന്നാലും കാമം ഏതം തേ നിന്റെ ഈ കാമത്തെ, ഏതം തേ കാമം നിന്റെ ഈ കാമത്തെ, പ്രജാത്യൈ സന്താനത്തിനു വേണ്ടിയുള്ള നിന്റെ ഈ കാമത്തെ, കരവാണി അലം പൂർണ്ണമായിട്ടും സാധിപ്പിക്കാം. കരവാണി ഞാൻ ചെയ്യും, ഞാൻ ചെയ്യുന്നുണ്ട്, അലം പര്യാപ്തമാവുവോളം. ഇത്രയും കാര്യകാരണ സഹിതം വിശദമാക്കിയിട്ട് നിന്റെ ഈ ആഗ്രഹം ന്യായമാണ്, യുക്തമാണ്, ഞാനത് സാധിപ്പിച്ചു തരും, അതിന് യാതൊരു ആശങ്കയില്ല. അഥാപി കാമം ഏതന്തെ പ്രജാത്യൈ കരവാണി അലം യഥാ മാം ന അതിവോചന്തി. യഥാ എപ്രകാരമാണോ, മാം എന്നെ, ന അതിവോചന്തി, അതിവോചന്തി നിന്ദിക്കുക എന്നർത്ഥം. ന അതിവോചന്തി നിന്ദിക്കുകയില്ലയോ, എന്നെ സജ്ജനങ്ങൾ നിന്ദിക്കാത്ത വിധത്തിൽ മുഹൂർത്തം ഒരല്പസമയം പരിപാലയ, കാത്തിരിക്കൂ, ക്ഷമിച്ചിരിക്കൂ. ഇപ്പം നീ ആവശ്യപ്പെട്ട കാര്യം ഒരു മുഹൂർത്തങ്ങൾ കഴിഞ്ഞ് സാധിച്ചു തരാം. ഇപ്പോൾ ഈ സന്ധ്യാവേള അതിനുള്ളതല്ല. അപ്പോൾ ഞാൻ നിന്റെ ആഗ്രഹം സാധിച്ചു തന്നാൽ സജ്ജനങ്ങൾ എന്നെ പഴിക്കും. യഥാ മാം ന അതിവോചന്തി മുഹൂർത്തം പരിപാലയ. എപ്രകാരമാണോ സജ്ജനങ്ങൾ എന്നെ നിന്ദിക്കാത്തത്, അതുപോലെ ഒരു മുഹൂർത്തം കാത്തിരിക്കും, ഞാൻ സാധിച്ചു തരാം. അഥാപി കാമമേതം തേ പ്രജാത്യൈ കരവണ്യലം യഥാ മാം ന അതിവോചന്തി മുഹൂർത്തം പരിപാലയാം. അഥാപി പ്രജാത്യൈ ഏതം തേ കാമം അലം കരവാണി യഥാ മാം ന അതിവോചന്തി തഥാ മുഹൂർത്തം പരിപാലയാം. അഥാപി കാമേതം തേ പ്രജാത്യൈ കരവണ്യലം യഥാ മാം നാതിവോചന്തി മുഹൂർത്തം പരിപാലയാം. അഥാപി കാമമേതം തേ പ്രജാത്യൈ കരവണ്യലം യഥാ മാം ന അതിവോചന്തി മുഹൂർത്തം പരിപാലയാം. ഏഷാ ഘോരതമാ വേളാം ഘോരാണം ഘോരദർശനാം ചരന്ത്യഫ്യം ഭൂതാനി ഭൂദേശാനുചരാണിഹാം. ഏഷാ ഈ ഘോരതമാ വേള, വേള എന്ന് വെച്ചാൽ സമയം എന്നർത്ഥം. ഈ സമയം ഘോരതമമാണ്. ഘോരാണം ഘോരദർശന, ഘോരന്മാരുടെ ഭയങ്കരമായ ദർശനം കിട്ടുന്ന സമയമാണ് ഇത്. സന്ധ്യാസമയത്ത് ഘോരന്മാരായുള്ള കുറേ ആൾക്കാർ ഇറങ്ങി നടക്കുന്ന സമയമാണ്. ചരന്തി യഫ്യാം ഭൂതാനി,
ഈ സന്ധ്യാവേളയിൽ എഫ്യാം സന്ധ്യായാം ഭൂതാനി ചരന്തി, ഭൂതങ്ങളൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. ഭൂതേശ അനുചരാണി ഹി, ഭൂതേശനായ പരമശിവന്റെ അനുചരങ്ങളായ ഭൂതങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ് ഇത്. അപ്പൊ സജ്ജനങ്ങളെ നിന്ദിക്കുക എന്ന് മാത്രമല്ല, ഇതുകൊണ്ട് പരമേശ്വരനും ഒരുമിച്ച് സഞ്ചരിക്കുന്ന കുറേ ഭൂതപ്രേത പിശാചുക്കളുടായ മഹാഭൂതങ്ങളുടെ സഞ്ചാരകാലമാണ് ഈ സമയം. അതുകൊണ്ട് ഭയങ്കരമായ രൂപം ദർശിക്കുന്ന സമയത്താണ് സൂക്ഷ്മദർശനമുള്ളവർ ഈ സമയത്ത് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഇവരുടെ ദർശനത്തിലും വഴിയിലും പഥത്തിലും അകപ്പെടാതിരിക്കാനാണ് സന്ധ്യയ്ക്ക് നാമം ചൊല്ലണം എന്ന് ചെറുപ്പകാലം മുതൽ നമ്മെ പഠിപ്പിച്ചു വെച്ചതാണ്. സന്ധ്യയ്ക്ക് എവിടെ ഇരുന്നാലും, വണ്ടിയിലോ വെള്ളത്തിലോ കുളത്തിലോ ട്രെയിനിലോ ആകാശത്തിലോ വീട്ടിലോ റോഡിലോ എവിടെയാണെങ്കിലും ആ സന്ധ്യ സമയത്ത് ഈ ഘോരങ്ങളായ ഭൂതപ്രേത പിശാചുക്കളുടെ ബാധ ഏൽക്കാതിരിക്കാൻ അല്പസമയം നാമം ജപിച്ചാൽ ഉച്ചരിച്ചാൽ കഴിയും എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭൂതങ്ങൾ, പ്രേതങ്ങൾ, പിശാചുക്കൾ എന്നൊക്കെ പറയുന്ന ചിലപ്പോൾ രൂപങ്ങളൊന്നുമില്ലാത്ത, ഇപ്പം നമ്മൾ തപ്പി നടന്നു പോയ ആ അണുവിനെ പോലെയാണ്. കോവിഡ് കാലത്ത് അതിന് കാരണമായ, പകർച്ചവ്യാധിക്ക് കാരണമായ അണുവിനെ തപ്പി ഇടയ്ക്ക് നടന്നു സഞ്ചരിച്ചു. കിട്ടിയോ? കിട്ടിയില്ല. അത് ഈ പ്രപഞ്ചത്തിൽ സഞ്ചരിച്ചുകൊണ്ട് എത്രയെത്ര ആൾക്കാർക്ക് ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ഘോരതമമായ ദർശനം കിട്ടുന്ന സമയമാണ് സന്ധ്യ. അതുകൊണ്ട് ഈ സന്ധ്യാസമയത്ത് ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾക്ക് പറ്റിയതല്ല. അതുകൊണ്ട് അല്പസമയം, ഒരു മുഹൂർത്തമാണ് സന്ധ്യ, അത് കഴിയട്ടെ. കഴിഞ്ഞാൽ നിന്റെ ആഗ്രഹം സാധിച്ചു തരാം. യേഷാം ഘോരതമാവേളാം ഘോരാണം ഘോരദർശനാം ചരന്തി എഫ്യം ഭൂതാനി ഭൂതേശാനുചരാണിഹാം. യേഷാം ഘോരാണം ഘോരദർശന ഘോരതമാ വേളാം എഫ്യാം ഭൂതേശാനുചരാണി ഭൂതാനി ചരന്തി ഹ. ഏഷാ ഘോരതമാവേള ഘോരാണം ഘോരദർശനാം ചരന്തിയഫ്യം ഭൂതാനി ഭൂതേശാനുചരാണിഹാം. ഏഷാ ഘോരതമാവേള ഘോരാണം ഘോരദർശനാം ചരന്തിയഫ്യം ഭൂതാനി ഭൂതേശാനുചരാണിഹാം. ഏതഫ്യം സദ്ഭിസന്ധ്യായാം ഭഗവൻ ഭൂതഭാവനാം പരീതോ ഭൂതവർഷദ്ഭിർ പുരുഷേനാടതി ഭൂതരാക്ഷ്. ഏതഫ്യാം, ഇതിൽ, ഈ സന്ധ്യയിൽ, ഹേ സാധ്വി, സാധുവായ വൃത്തികൾ അറിയുന്നവളെ, നല്ല കാര്യങ്ങൾ അറിയുന്നവളെ, സന്ധ്യായാം, സന്ധ്യയിൽ, ഭഗവാൻ ഭൂതഭാവന, ഭൂതങ്ങളെ ഭവിപ്പിക്കുന്നവനായ ഭഗവാൻ, സമസ്ത ഭൂതജാലങ്ങളെയും സൃഷ്ടിക്കുന്നവനായ ഭഗവാൻ പരമശിവൻ പരീതോ, ചുറ്റപ്പെട്ടിട്ട്, ഭൂതപർഷദ്ഭിഹി, ഭൂതപാർഷദന്മാരാൽ ചുറ്റപ്പെട്ടിട്ട്, വൃഷേണ, കാളപ്പുറത്ത്, അടതി, സഞ്ചരിക്കുന്നു, ഉദരാട്ട്, പരമശിവൻ. ഇപ്പൊ ഈ സന്ധ്യാസമയത്ത് പരമശിവൻ കാളപ്പുറത്തേറി ഇങ്ങനെ സഞ്ചരിച്ചു പോരുന്നുണ്ട്. അപ്പം പരമശിവന്റെ ചുറ്റും ഈ ഭൂതഗണങ്ങൾ എല്ലാവരും ഉണ്ടാവും. ഭൂതപ്രേത പിശാചുക്കൾ മാത്രമല്ല സഞ്ചരിക്കുന്ന സന്ധ്യയ്ക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ അവരെയൊക്കെ മന്ത്രം കൊണ്ടോ തന്ത്രം കൊണ്ടോ ഒക്കെ നമുക്ക് അടക്കി നിർത്താൻ പറ്റിയേക്കാം. പക്ഷേ സാക്ഷാൽ പരമശിവൻ ഈ സമയത്ത് സഞ്ചരിക്കുന്നുണ്ട്. ആ ദേവനെ മന്ത്രം കൊണ്ടോ യന്ത്രം കൊണ്ടോ യുക്തി കൊണ്ടോ ഒന്നും ആർക്കും തടയാൻ പറ്റില്ല. പരമശിവന്റെ എഴുന്നള്ളത്ത് നടക്കുന്ന ഈ സന്ധ്യാവേളയിൽ നിനക്ക് ഈ നിർബന്ധം ഉചിതമല്ല, ഇത് ശരിയല്ല.
നീ ഇതെല്ലാം അറിയാവുന്നവളാണല്ലോ. പതിവ്രതകളൊക്കെ സദാചാരം അനുഷ്ഠിച്ചു പോകേണ്ടവരാണ്. അപ്പം സന്ധ്യയ്ക്ക് ഭൂതപ്രേത പിശാചുക്കളാൽ ചുറ്റപ്പെട്ടുകൊണ്ട് സാക്ഷാൽ ശ്രീരുദ്രൻ ലോകങ്ങളെ പരിപാലിച്ചുകൊണ്ട് നന്ദി എന്ന വാഹനത്തിൽ കയറി ലോകം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ ദേവനെ വണങ്ങാനുള്ള സമയമാണ് സന്ധ്യ. അതുകൊണ്ട് പരമശിവന്റെ സന്ധ്യാസമയത്തെ എഴുന്നള്ളത്ത്, ഈ യാത്ര ആരും കണ്ട് വന്ദിച്ച് വണങ്ങി സ്തുതിച്ചു പോകണം എന്നർത്ഥം. അതുകൊണ്ടാണ് സന്ധ്യയ്ക്ക് തന്നെ നാമം ചൊല്ലണം, സ്തുതിക്കണം എന്നൊക്കെ ഒരു കാലത്ത് നമ്മെ പറഞ്ഞു പഠിപ്പിച്ചതാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ആവശ്യമൊക്കെ കളഞ്ഞ് നമുക്ക് നേരമുള്ളപ്പോൾ എപ്പോഴെങ്കിലും ചിലപ്പം ഇത്തിരി സമയം ജപിച്ചെങ്കിലായി, ഇല്ലെങ്കിലായി. സന്ധ്യ നമുക്ക് വേറെ പല ആവശ്യങ്ങൾക്കും വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന സമയമായി മാറിപ്പോയി. അപ്പോഴാണ് ഭാഗവതം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കലാണ്. സമ്യക്കായി ധ്യാനിക്കാൻ പറ്റിയ സന്ധ്യ, രാപകലുകളുടെ കൂടിച്ചേരലാകുന്ന സന്ധ്യ, ആ സന്ധ്യയ്ക്ക് സാക്ഷാൽ പരമശിവൻ. അതുകൊണ്ടാണ് നമശിവായ നമശിവായ എന്ന് പരമശിവനെ സ്തുതിച്ചുകൊണ്ട് സന്ധ്യാവേളയിൽ ആ ശിവന്റെ മന്ത്രങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് പരമശിവനെ എതിരേറ്റ് സ്വീകരിച്ച് ആദരിച്ച് ബഹുമാനിക്കുന്ന ഒരു സമയമാണ് ഈ സന്ധ്യ. ആ സമയത്ത് ഇങ്ങനെയുള്ള കാമാതിരേകം കൊണ്ട് ഭർത്താവിന് സന്താനത്തിന് വേണ്ടി പ്രാപിച്ച് രതിലീല ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. എനിക്കത് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു മുഹൂർത്തം, ഒരു 3/4 മണിക്കൂർ കാത്തിരിക്കൂ. ഈ സന്ധ്യക്കാലത്തെ പരമശിവന്റെ എഴുന്നള്ളത്ത് കഴിഞ്ഞ് തിരിച്ചുപോയാൽ അപ്പം തന്നെ നിന്റെ ആഗ്രഹം സാധിച്ചുതരാം. ഒന്ന് ക്ഷമിക്കൂ എന്ന് വിനയപൂർവ്വം കാര്യകാരണ സഹിതം കശ്യപൻ ആവശ്യപ്പെടുക. ഏതസ്യാം സദ്ധ്യുസന്ധ്യായാം ഭഗവാൻ ഭൂതഭാവന പരീതോ ഭൂതവർഷദ്ഭൃഷേണ അടതി ഭൂതരാട്ട്. ഹേ സാധ്വി, ഭൂതഭാവന ഭഗവാൻ ഭൂതരാട്ട് ഭൂതവർഷദ്ഭിः പരീതഃ വൃഷേണ ഏതസ്യാം സന്ധ്യായാം അടതി. അടതി എന്ന് സഞ്ചരിക്കുന്നു എന്നർത്ഥം. ഏതസ്യാം സദ്ധ്യുസന്ധ്യായാം ഭഗവാൻ ഭൂതഭാവന പരീതോ ഭൂതവർഷദ്ഭൃഷേണ അടതി ഭൂതരാട്ട്. ഏതസ്യാം സദ്ധ്യുസന്ധ്യായാം ഭഗവാൻ ഭൂതഭാവന പരീതോ ഭൂതവർഷദ്ഭൃഷേണ അടതി ഭൂതരാട്ട്. ശ്മശാനചക്രാനിലധൂളിധൂമ്ര വികീർണ വിദ്യോതജടാകലാപ പത്മാവകുണ്ഠാമലരുക്മദേഹോ ദേവസ്ത്രിഭി പശ്യതി ദേവരസ്തേ. ശ്മശാനചക്ര അനില ധൂളി ധൂമ്ര വികർണ വിദ്യോതജടാകലാപ. ജഡാകലാപം ജഡക്കൂട്ടം, കലാപത്തിന് കൂട്ടം എന്നർത്ഥം. ജഡാകലാപം ജഡകളുടെ സമൂഹം, കൂട്ടം. പരമശിവന്റെ ജഡ ഒരു സമൂഹമാണ്, അതൊരു കൂട്ടമാണ്, വലുതാണ്, ധൂർത്ത ജഡയുള്ളവനാണ്. അതുകൊണ്ട് പരമശിവന് ധൂർജടി എന്നൊരു പേരുണ്ട്. ധൂർത്ത, ഇടതൂർന്ന, വലിപ്പമേറിയ ജഡ ധരിച്ചിരിക്കുന്നവനായതുകൊണ്ട് ധൂർജടി എന്നൊരു പേരുണ്ട്. എന്താണ് ഇങ്ങനെ ആവാൻ കാരണം? ശ്മശാന ചക്രാനില ധൂളി, ശ്മശാനത്തിലെ വൃത്തത്തിൽ, വട്ടത്തിൽ കറങ്ങുന്ന കാറ്റ്. ശ്മശാന ചക്രാനിലൻ, ചക്രം പോലെ കറങ്ങുന്നത്. ചക്രവാകച്ചുഴി എന്നൊക്കെ ഇന്ന് പേരൊക്കെ ഇട്ട് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഭാഗവതം എത്ര കാലം മുമ്പ് പേരിട്ടതാണ് ചക്രാനിലൻ എന്ന്. ചക്രവാകച്ചുഴി എന്ന് മറ്റൊരു പേരാക്കി ഇന്ന് മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. ഭാഗവതം കണ്ടെത്താത്ത ഒരു വിഷയവും ഇന്ന് ഈ ലോകത്ത് സംഭവിക്കുന്നേയില്ല. അതാണ് ഭാഗവതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ മാഹാത്മ്യം, അതാണ്. പക്ഷെ അങ്ങനെ ഭാഗവതത്തെ അറിയണം, പഠിക്കണം. അപ്പം ശ്മശാന ചക്രാനിലൻ, ശ്മശാനത്തിൽ കൂടി വീശുന്ന ഈ ചക്രക്കാറ്റ്, അതിൻ്റെ കൊണ്ടുള്ള ധൂളി പൊടിപടലങ്ങൾ, അതുകൊണ്ട് ധൂമ്രവർണ്ണമായ, ചാരത്തിൻ്റെ വർണ്ണമുള്ള വികീർണ വിദ്യോതജടാകലാപ,
വികീർണവും വിദ്യോതവുമായ ജഡക്കൂട്ടം. വികീർണം ചിന്നിച്ചിതറിക്കിടക്കുന്ന, വിദ്യോതം ശോഭിക്കുന്ന, പ്രകാശിക്കുന്ന, ജഡാകലാപം ജഡക്കൂട്ടം. ഇത്രയും ജഡക്കൂട്ടത്തിന് വിശേഷണമാണ്. സന്ധ്യാസമയത്തെ ചക്രവാകക്കാറ്റിലകപ്പെട്ട് അതിൽ നിന്നും ശ്മശാനത്തിൽ നിന്നും ഉയർന്നു പൊങ്ങുന്ന പൊടികൾ, അത് ധൂമ്രവർണ്ണമാണ്, ചാരമായതുകൊണ്ട് അത് ജഡ മുഴുവൻ പറ്റി നിറഞ്ഞിരുന്നിട്ട് ചിന്നിച്ചുതറിക്കിടക്കുന്ന അതിൽ ഈ ചാരത്തിൻ്റെ പൊടിപടലങ്ങൾ പറ്റി നല്ല തിളക്കമുള്ള ശോഭയാർന്ന ജഡ ധരിക്കുന്നവനാണ് പരമശിവൻ. ശ്മശാന ചക്രാനില ധൂളിധൂമ്രവികീർണ വിദ്യോതജഡാകലാപ ഭസ്മാവകുണ്ഠ അമല രുക്മദേഹോ. ഭസ്മം പൂശിയിരിക്കുന്നത് കൊണ്ട്, ഭസ്മത്താൽ അവകുണ്ഠനം ചെയ്യപ്പെട്ടുകൊണ്ട്, വ്യാപരിക്കപ്പെട്ടതുകൊണ്ട്, അമലം നിർമ്മലമായ, രുക്മം സ്വർണം നടത്തും, രുക്മദേഹ സ്വർണദേഹത്തോടു കൂടിയവൻ. സന്ധ്യാസമയത്ത് പരമശിവന്റെ വരവിൽ ഒരു പ്രത്യേകത, ജടകൾ അഴിച്ചിട്ട് അതിൽ ശ്മശാനത്തിലെ ധൂളി കൊണ്ട് ധൂമ്രവർണ്ണമായി തീർന്ന ജടാകലാപത്തോടു കൂടിയവനും, ദേഹം മുഴുവൻ ഭസ്മം പൂശിയതുകൊണ്ട് അതിൻ്റെ വെളുപ്പിൻ്റെ നിർമ്മലതയുള്ളവനും, സ്വർണം പോലെ വെട്ടിത്തിളങ്ങുന്ന ദേഹത്തോടു കൂടിയവനും, ദേവസ്ത്രിഭി പശ്യതി ദേവരസ്തേ ആയ തേ ദേവരഹ, നിന്റെ സഹോദരിയുടെ ഭർത്താവായ ദേവൻ, ദേവരഹ തേ, നിന്റെ സഹോദരിയുടെ ഭർത്താവുമായ ആ ദേവൻ, ത്രിഭി പശ്യതി, 3 കണ്ണുകൊണ്ട് കാണും. സാധാരണ എല്ലാവർക്കും 2 കണ്ണേ കണ്ട് കാണും, പക്ഷേ ഇദ്ദേഹം 3 കണ്ണുകൊണ്ട് കാണുന്നവനാണ്. ഇദ്ദേഹവും ഈ പരമേശ്വരന് സഞ്ചരിക്കുന്ന കാലം നിന്റെ ബന്ധുവും കൂടിയാണ്. നിന്റെ സഹോദരി ഭർത്താവാണ്, പതിയുടെ ഭർത്താവാണ്. അങ്ങനെ നിന്റെ ബന്ധുവാണ് ആ പരമശിവൻ. അങ്ങനെയുള്ള ആ പരമശിവനെ 3 കണ്ണുകൊണ്ട് എല്ലാറ്റിനും അപ്പ കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്നവനാണ് ഈ പരമശിവൻ. അങ്ങനെയുള്ള പരമശിവന്റെ സന്ധ്യാസമയത്തെ എഴുന്നള്ളത്ത് വ്യർത്ഥമാക്കരുത്. ആ സമയത്ത് സന്ധ്യാവന്ദനത്തിൻ്റെ സമയമാണ്. ആ സമയത്ത് രതിലീലകൾക്കുള്ള സമയം അല്ല എന്ന് അറിവുള്ളവനാണെങ്കിലും അറിവുള്ളവളാണെങ്കിലും അവിവേകം കാണിക്കുമ്പോൾ ഉപദേശിച്ചു കൊടുക്കേണ്ട മര്യാദ കൊണ്ട് ഉപദേശിക്കലാണ്. ശ്മശാനചക്രാനിലധൂളിധൂമ്ര വികീർണ വിദ്യോതജടാകലാപം ഭസ്മാവകുണ്ഠാമലരുക്മദേഹോ ദേവസ്ത്രിഭി പശ്യതി ദേവരസ്തേ. ശ്മശാനചക്രാനിലധൂളിധൂമ്ര വികർണ വിദ്യോതജടാകലാപ. ഒറ്റ വാക്കാൽ അന്വയത്തിൽ അത് അതുപോലെ എഴുതാനേ പറ്റും. ശ്മശാന ചക്രാനിലധൂളിധൂമ്ര വികർണ വിദ്യോതജടാകലാപ ഭസ്മാവകുണ്ഠ അമല രുക്മദേഹോ തേ ദേവരഹ ദേവഃ ത്രിഭിഃ പശ്യതി. ശ്മശാനചക്രാനിലധൂളിധൂമ്ര വികർണ വിദ്യോതജടാകലാപ ഭസ്മാവകുണ്ഠ അമലരുക്മദേഹോ ദേവസ്ത്രിഭിഃ പശ്യതി ദേവരസ്തേ. ശ്മശാനചക്രാനിലധൂളിധൂമ്ര വികർണ വിദ്യോതജടാകലാപ ഭസ്മാവകുണ്ഠ അമലരുക്മദേഹോ ദേവസ്ത്രിഭിഃ പശ്യതി ദേവരസ്തേ. ശ്മശാനചക്രാനിലധൂളിധൂമ്ര വികർണ വിദ്യോതജടാകലാപ ഭസ്മാവകുണ്ഠ അമലരുക്മദേഹോ ദേവസ്ത്രിഭിഃ പശ്യതി ദേവരസ്തേ. നൈഷ്യലോകേ ഭജന പരോവാം നാത്യാദുതോ നോത
കശ്ചിദ്വിഗർഹ്യ വയം വ്രതൈര്യച്ചരണാപവിദ്ധാം അശഫ്മഹേജാംബത ഭുക്തഭോഗം ന എഫ്യ ലോകേ. ലോകത്തിൽ എഫ്യ യാതൊരുവന് സ്വജനഃ പരഹ വാ, സ്വജനങ്ങളോ മറ്റുള്ളവരോ ന ഇല്ല. ഈ പരമശിവന് സ്വജനങ്ങളെന്നോ മറ്റുള്ള ജനങ്ങളെന്നോ ഒരു ഭേദകൃത്യങ്ങൾ ഇല്ല. ന അത്യാദൃതോ ന ഉത കശ്ചിത് വിഗർഹ്യഃ, ആരാലും അധികം ആദരിക്കപ്പെടുന്നവനുമല്ല, ആരാലും നിന്ദിക്കപ്പെടുന്നവനുമല്ല. ന അത്യാദൃതഃ, അത്യാദൃതൻ ആദരിക്കപ്പെടുന്നവൻ അല്ല. ന ഉത അല്ലെങ്കിൽ കശ്ചിത് വിഗർഹ്യഃ ന, ഒരാളാൽ പോലും നിന്ദിക്കപ്പെടുന്നവനും അല്ല. വിഗർഹ്യൻ നിന്ദിക്കപ്പെടുന്നവൻ, ആദരിക്കപ്പെടുന്നവനുമല്ല, നിന്ദിക്കപ്പെടുന്നവനുമല്ല. ലോകത്തിൽ സ്വജനങ്ങളുമില്ല, പരജനങ്ങളുമില്ല, ബന്ധുക്കളില്ല, ശത്രുക്കളില്ല, ഇതൊന്നുമില്ല അദ്ദേഹത്തിന്. വയം വ്രതൈഹി യച്ചരണാപവിദ്ധാം, വയം ഞങ്ങളാകട്ടെ, യച്ചരണാപവിദ്ധാം യാതൊരുവന്റെ പാദങ്ങളാൽ അപവിദ്ധമാക്കി മാറ്റപ്പെട്ടു നീക്കപ്പെട്ടിട്ടും ആശാസ്മഹേ അജാം ബത ഭുക്തഭോഗ, ഭുക്തഭോഗത്തോടു കൂടിയിരിക്കുന്ന ആ മായയെ, അനുഭവിക്കുന്ന ഭോഗസുഖങ്ങളോട് കൂടിയിരിക്കുന്ന ആ മായയെ വ്രതൈഹി ആശാസ്മഹേ, വ്രതങ്ങളെ കൊണ്ട് ഞങ്ങൾ മാറ്റിക്കിട്ടുവാൻ വേണ്ടി ആശാസ്മഹേ പ്രാർത്ഥിക്കുന്നു. നീ മുമ്പ് പറഞ്ഞില്ലേ സഹോദരി ഭർത്താവാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവൾ എൻ്റെ ഭാര്യയുടെ സഹോദരി ആയതുകൊണ്ട് സന്ധ്യാസമയത്ത് ഇങ്ങനെ അവിവേകമെന്ന് തെറ്റ് കാണിച്ചെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ച് പരമശിവൻ ക്ഷമിക്കുമോ എന്നാണെങ്കിൽ ഇല്ല എന്ന് പറയാൻ പോവാം. ന്യായമായിട്ടും ഇവൾക്ക് പറയാം, ആ എൻ്റെ ബന്ധുവല്ലേ, ഞാൻ തെറ്റ് കാണിച്ചാൽ പുറത്തോളൂ, സാരമില്ല, അവളല്ലേ എന്ന് വിചാരിക്കില്ലേ എന്നാണെങ്കിൽ ഇല്ല എന്ന് പറയാൻ പോവാം. കാരണം പരമശിവന് ബന്ധുക്കളായിട്ട് ആരുമില്ല, ശത്രുക്കളുമായിട്ട് ആരുമില്ല. ഇതിൻ്റെ ബന്ധുവാണെന്ന് വിചാരം ആർക്കില്ല? പരമശിവനില്ല. ബന്ധുവില്ല, ശത്രുവില്ല, ആരാലും സ്തുതിക്കപ്പെടുകയോ നിന്ദിക്കപ്പെടുകയോ ചെയ്യുന്നവനും അല്ല. ഇത് രണ്ടും ഇല്ല. അതുകൊണ്ട് ആ ഭഗവാന്റെ കാൽ കൊണ്ട് ചവിട്ടി നീക്കിയിരിക്കുന്ന മായാഭഗവതിയെ കാലുകൊണ്ട് നീക്കി വെച്ചിരിക്കുകയാണ്. ആ മായാഭഗവതിയെ വ്രതങ്ങൾ കൊണ്ട് പ്രസാദിച്ച് കിട്ടുന്ന ഐശ്വര്യം കൊണ്ട് ആനന്ദിക്കുന്നവരാണ് ഞങ്ങൾ. ആ ഭഗവാനാകട്ടെ മായയുടെ ഗുണങ്ങളെ അനുഭവിച്ചറിഞ്ഞിട്ട് ദോഷമാണെന്ന് കരുതി അതിനെ തള്ളി നീക്കി ആനന്ദിക്കുന്നവരാണ്. അതുകൊണ്ട് സ്വജനമാണെന്ന് കരുതി ആദരിക്കാതെ ഇരിക്കണ്ട എന്നർത്ഥം. ഓ, ഇതെൻ്റെ ബന്ധുവല്ലേ, എൻ്റെ അനുജത്തിയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവല്ലേ, സാരമില്ല, ആദരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ വിചാരിക്കരുത്. നോക്കൂ, ഏതൊക്കെ വഴി കൂടിയാണ് രതിയുടെ ചിന്തകളെ കശ്യപൻ അടക്കി നിർത്താൻ പോകുന്നത്. കാരണം മായാസ്വരൂപിണിയായ ഭഗവതിയെ തൻ്റെ കാലുകൊണ്ട് അടിച്ചമർത്തി ദൂരെ മാറ്റി നിർത്തുന്നവളാണ്. കാരണം മായയുടെ ദോഷം ആർക്കറിയാം? ഭഗവാൻ അറിയാം. അറിഞ്ഞിട്ട് മായയെ മാറ്റി നിർത്തുന്നവനാണ്. അതുകൊണ്ട് സ്വരൂപത്തിൽ ആനന്ദിക്കുന്നവനാണ് സാക്ഷാൽ രുദ്രൻ ഭഗവാൻ. നമ്മളൊക്കെ ആണെങ്കിൽ ഓരോ വ്രതം അനുഷ്ഠിച്ചിട്ട് മായയെ അതിജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, ഫലം ദുഃഖം തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളും പരമശിവനും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് സന്ധ്യാസമയത്ത് ഈ പരമശിവന്റെ ആനന്ദം അനുഭവിക്കണമെങ്കിൽ, മായയെ അതിജീവിക്കണമെങ്കിൽ നാമം ചൊല്ലുക തന്നെ വേണം. എത്ര ഭംഗിയായിട്ട് 6 ശ്ലോകം കൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തുക ഭാഗവതം. സന്ധ്യയ്ക്ക്
ഒരു 3/4 മണിക്കൂറുണ്ട്. നിർബന്ധമായും അത്രയും സമയം എവിടെ നിന്നാലും മനസ്സിൽ ഭഗവത് സ്മരണ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു ഈതിബാധകളും പകർച്ചവ്യാധികളും നമ്മളെ ബാധിക്കത്തില്ല. എന്തുകൊണ്ടാ പനി എന്നറിയാതെ ഏതെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയയാണ് അല്ലെങ്കിൽ അണുബാധയാണ് എന്ന് പറഞ്ഞ് അവർ കുറേ ഗുളികയും മരുന്നും തന്ന് കഴിച്ച് നമ്മൾ കഴിഞ്ഞുകൂടുകയുള്ളൂ. ഇങ്ങനെയുള്ള കുറേ ബാക്ടീരിയകൾ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ സഞ്ചരിച്ച് നടപ്പുണ്ട്. അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് ഈ സന്ധ്യാസമയത്ത് ഉറക്കെ നാമം ചൊല്ലുന്നത് കൊണ്ട് ഉണ്ട് എന്ന് ശാസ്ത്രീയമായി ഭാഗവതം പ്രൂവ് ചെയ്താണ്. കാരണം നമ്മുടെ മനസ്സിലുള്ള ദുഷ്ടതകളെ മുഴുവൻ പുറത്ത് കളയാൻ നാമജപം കൊണ്ടേ പറ്റുള്ളൂ. അത് പുറത്ത് കളഞ്ഞില്ലെങ്കിൽ ദുഷ്ടതയകത്ത് നിൽക്കുന്നിടത്തോളം വെളിയിൽ നിന്നും അണുബാധയുണ്ടാകും. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ EFR കൂടിയിരുന്നാൽ അണുബാധ ഉണ്ടായിക്കൊണ്ടിരിക്കുകയുള്ളൂ. EFRനെ കുറയ്ക്കാൻ നമ്മൾ മരുന്ന് കുറേ കഴിക്കും, ഭക്ഷണം ക്രമീകരിക്കും, പക്ഷെ പൂർണ്ണമാവില്ല. ഒറ്റ വഴിയേ ഉള്ളൂ, ഉറക്ക നാമം ചൊല്ലിയാൽ ഉള്ളിലുള്ള EFR എന്ന ദുഷ്ടത പുറത്തേക്ക് പോകും. അങ്ങനെ പോയാൽ ഈ അണുബാധകളൊന്നും പിന്നേക്കില്ല. സയൻറ്റിഫിക് ആയിട്ടാണ് സന്ധ്യയ്ക്ക് നാമം ജപിക്കേണ്ടത്, ആവശ്യമാണ് എന്ന് ഈ സന്ദർഭത്തിലാണ് ഭാഗവതം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഒരു മനുഷ്യ ജീവിതത്തിലേക്ക് ഏതൊക്കെ തരത്തിൽ കൂടിയാണ് ഭാഗവതം കടന്നു വരിക? 10 പേര് കൂടുന്നിടത്ത് ഈ സന്ധ്യയ്ക്ക് നാമം ചൊല്ലുന്ന പ്രാധാന്യത ഈ 7 ശ്ലോകം ഉദാഹരിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവിടെ കൂടിയിരിക്കുന്ന 10 പേരെങ്കിലും അറിയും അതിൻ്റെ ആവശ്യകത. ഇവിടെ ഹിരണ്യാക്ഷൻ്റെ ജനനം പറയാൻ പോവാണ്. അതിന് തൊട്ടു മുമ്പാണ് ഈ കഥ. ഹിരണ്യാക്ഷൻ്റെ കഥയല്ല, നമുക്ക് ഈ ആവശ്യമാണ് അറിയേണ്ടത്. അതുകൊണ്ട് ഭാഗവതം കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ എന്തിനാണ് സന്ധ്യയ്ക്ക് നാമം ജപിക്കേണ്ടത്, അതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ കഴിയും എന്നുള്ള ഉറപ്പാണ്. നയഫ്യലോകേ ഭജന പരോവാനാത്യാദതോ നോത കശ്ചിദ്വിഗർഹ്യം വയം മൃതൈ യച്ചരണാപവിദ്ധാം ആശാസ്മഹേ ജംബദഭുക്തഭോഗം. ലോകേ യഫ്യഭജനഃ പരഃ വാ അത്യാദൃതഃ വിഗർഹ്യഃ ന വയം യച്ചരണാപവിദ്ധാം ഭുക്തഭോഗാം അജാം വ്രതൈഃ ആശാസ്മഹേ. നയഫ്യലോകേ ഭജന പരോവാം നാത്യാദൃതോ നോത കശ്ചിദ്വിഗർഹ്യം വയം വ്രതൈര്യച്ചരണാപവിദ്ധാം ആശാസ്മഹേ ജംബദഭുക്തഭോഗം. നയഫ്യലോകേ ഭജന പരോവാം നാത്യാദൃതോ നോത കശ്ചിദ്വിഗർഹ്യം വയം വ്രതൈര്യച്ചരണാപവിദ്ധാം ആശാസ്മഹേ ജംബദഭുക്തഭോഗം. യഫ്യാനവദ്യാചരിതം മനീഷിണോ ഗൃണന്ത്യവിദ്യാപടലം വിഭിൽസവാം നിരസ്തസാമ്യാതിശയോപി യദ്ഭയം പിശാചചര്യാമചരദ്ഗതിസ്സതം. യഫ്യാം അനവദ്യാചരിതം, യാതൊരു ഭഗവാന്റെ അനവദ്യമായ ആചരണങ്ങളെ, ദോഷരഹിതമായ കർമ്മത്തെ, അനവദ്യം ദോഷമില്ലാത്ത ആചരണം കർമ്മങ്ങൾ. യഫ്യ അനവദ്യാചരിതം മനീഷിണഃ, യാതൊരു ഭഗവാന്റെ ദോഷരഹിതമായ കർമ്മങ്ങളെ മനീഷികൾ ഗൃണന്തി അവിദ്യാപടലം ബിഭിൽസവ, ഗൃണന്തി സ്വീകരിക്കുന്നു അല്ലെങ്കിൽ കീർത്തിക്കുന്നു, പാടുന്നു. അവിദ്യാപടലത്തെ ഭയക്കുന്നവർ, മായ എന്ന അജ്ഞാനമെന്ന അവിദ്യയുടെ പടലത്തെ ബിഭിത്സവ, അതിനെ ഭേദിക്കാൻ ആഗ്രഹിക്കുന്നവർ, ബിഭേദും ഇച്ഛവ. അപ്പം അവിദ്യാപടലത്തെ ഭേദിക്കാൻ ആഗ്രഹിക്കുന്ന മനീഷികൾ യാതൊരു ഭഗവാന്റെ ദോഷരഹിതമായ കർമ്മത്തെ കീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിരസ്ത്യ
സാമ്യാതിശയോപി യത്സ്വയം. നിരസ്തമായ സാമ്യാതിശയത്തോടു കൂടിയതാണെങ്കിൽ പോലും സാമ്യവും അതിശയവും അതിക്രമിച്ചിരിക്കുക, നിരസ്തമായിരിക്കുക. നിരസ്തം അതിനെ അതിക്രമിച്ച് അപ്പുറത്ത് കിടക്കുക. അപ്പൊ സാമ്യവും അതിശയവും അതിക്രമിച്ചവനാണെങ്കിൽ പോലും നിരസ്തി സാമ്യാതിശയോപി യത്സ്വയം പിശാചചര്യാം അചരത്. ആ ഭഗവാൻ തന്നെത്താൻ പിശാച സമ്പ്രദായത്തെ സ്വേച്ഛ കൊണ്ട് ആചരിച്ച് കാണിക്കുക തന്നെ ചെയ്യുന്നു. യാതൊരു ഭഗവാന്റെ കീർത്തനങ്ങളാണ് സന്ധ്യയ്ക്ക് പാടേണ്ടത്? ത്രിപുരദഹനാദികളായ കുറേ സച്ചരിത്രങ്ങൾ, മഹാദേവന്റെ പരാക്രമങ്ങൾ സന്ധ്യയ്ക്ക് പാടേണ്ടതാണ്. മനീഷികൾ അത് പാടുക തന്നെ ചെയ്യും. എന്തിനാണിത്? അവിദ്യ കൊണ്ട് സംഭവിച്ച ആത്മാവിൻ്റെ ആവരണത്തെ പിളർന്ന് അകത്ത് കടക്കാൻ ഇതേ പറ്റുള്ളൂ. നമ്മുടെ ആത്മാവിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ആവരണമാണ്, ഒരു പുതപ്പാണ് അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം. അത് നല്ല കനത്ത ബലിഷ്ഠമായ ഒരു വലയമായതുകൊണ്ട് അതിനെ ഭേദിച്ചകത്ത് കിടക്കണമെങ്കിൽ ഇത്തിരി പാടാം. അതുകൊണ്ട് വേണ്ടെന്ന് വെച്ച് പലരും പോകും. പക്ഷേ അതിനെ ഭേദിക്കാൻ ആഗ്രഹിക്കുന്ന പണ്ഡിതന്മാർ, മനീഷികൾ നിരന്തരമായും ഭഗവാന്റെ മഹച്ചരിതങ്ങൾ കീർത്തിച്ചുകൊണ്ടേയിരിക്കും. ആ മഹാദേവന് സദൃശനായോ തുല്യനായോ മറ്റൊരാൾ ഇന്ന് ലോകത്തിലില്ല. എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് മുടങ്ങാതെ സഞ്ചരിക്കുന്ന ഒരാൾ ആര് മാത്രമേ ഉള്ളൂ? മഹാദേവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സജ്ജനങ്ങൾ മഹാദേവനെ പ്രാപിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ കർമ്മങ്ങളും ഭക്തിപൂർവ്വം ചെയ്യുകയും ചെയ്യും. ഇങ്ങനെത്രയും മാഹാത്മ്യമുള്ള ഭഗവാൻ സ്വയമേവ പിശാച സമ്പ്രദായത്തെ ആചരിച്ച് കാണിക്കുകയാണ്. പ്രഭുവിൻ്റെ ഇച്ഛയ്ക്കുള്ള കാരണം എന്താണെന്ന് ആർക്കറിയാൻ പറ്റും? ആർക്കും അറിയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് പിശാചചര്യ അനുഷ്ഠിക്കുന്നതെന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. അത്രയ്ക്ക് മഹത്വമുള്ളവനാണ് ഈ സാക്ഷാൽ ഭഗവാൻ. യഫ്യാനവദ്യാചരിതം മനീഷിണോ ഗണന്ത്യവിദ്യാപടലം വിഭിൽസ്വാം നിരസ്ത്യ സാമ്യാതിശയോപി യത് സ്വയം പിശാചചര്യാം അചരദ്ഗതിസ്വതാം. അവിദ്യാപടലം വിഭിൽസ്വഃ മനീഷിണഃ യഫ്യ അനവദ്യാചരിതം ഗൃണന്തി നിരസ്ത സാമ്യാതിശയഃ സ്വതാം ഗതിഃ സ്വയം പിശാചചര്യാം അചരത്. യഫ്യാനവദ്യാചരിതം മനീഷിണോ ഗൃണന്ത്യവിദ്യാപടലം വിഭിൽസ്വാം നിരസ്ത സാമ്യാതിശയോപി യത് സ്വയം പിശാചചര്യാം അചരത് ഗതിസ്വതാം. യഫ്യാനവദ്യാചരിതം മനീഷിണോ ഗൃണന്ത്യവിദ്യാപടലം വിഭിൽസ്വാം നിരസ്ത സാമ്യാതിശയോപി യത് സ്വയം പിശാചചര്യാം അചരത് ഗതിസ്വതാം. ഹസന്തി യഫ്യാചരിതം ഹി ദുർഭഗാഃ സ്വാത്മൻരതസ്യാവിദുഷഃ സമീഹിതം യേർ വസ്ത്രമല്യാഭരണാനുലേപനൈശ്വഭോജനം സ്വാത്മതയോപലാളിതം. ഹസന്തി യഫ്യാചരിതം ഹി ദുർഭഗാഃ. ദുർഭഗന്മാരായ ആൾക്കാരെ, പാപികളായ ആൾക്കാരെ യഫ്യ ആചരിതം ഹസന്തി, ഭഗവാന്റെ ആചരണങ്ങൾ കണ്ടിട്ട് ചിരിക്കും. എന്താണ്? ജട, 3 കണ്ണ്, കാളപ്പുറത്ത്, കയ്യിൽ മാന്, മഴു, വേറെ കുറേ ആഭരണങ്ങൾ, 3 കണ്ണ്, ദേഹം മുഴുവൻ ഭസ്മം, വസ്ത്രം എടുക്കാതെ പോവുക. ഇതൊക്കെ കണ്ടാൽ ആരാണ് ചിരിക്കാത്തത്?
യഫ്യാചരിതം ദുർഭഗാഹ ഹസന്തി. ദുർഭഗന്മാർ ചിരിക്കും ഇത് കാണുമ്പോൾ. സ്വാത്മന്തതസ്യ അവിദുഷസ്വമീഹിതം. സ്വന്തം ആത്മാവിൽ രതിയുള്ളവനായ സ്വ ആത്മൻ രഥസ്യ, സ്വന്തം ആത്മാവിൽ ആനന്ദിച്ചിരിക്കുന്ന യഫ്യ സമീഹിതം, യാതൊരുവന്റെ ആഗ്രഹത്തെ വിദുഷ, വിദ്വാൻമാർക്ക് അറിയാൻ പറ്റും. യൈഹി, യാവകളാലാണോ വസ്ത്ര മാല്യ ആഭരണ അനുലേപനേഹി. വസ്ത്രങ്ങൾ, മാലകൾ, ആഭരണങ്ങൾ, ചന്ദനാദികളായ അനുലേപന ദ്രവ്യങ്ങൾ ഇവ കൊണ്ട് ഉപലാളിതം, ഉപലാളിപ്പിക്കപ്പെട്ടുവോ. ഏഹി വസ്ത്രമാല്യാഭരണാനുലേപനൈഹി ശ്വഭോജനം. ശ്വാക്കൾക്ക് ഭക്ഷണമായി തീരാൻ പോകുന്ന ഈ ശരീരത്തെ സ്വാത്മതയാ ഉപലാളിതം, ആത്മാവായിട്ട് കണ്ട് ഉപലാളിച്ചു പോകുന്നുവല്ലോ. വാസ്തവത്തിൽ ഈ ശരീരം മരിച്ചു കഴിയുമ്പോൾ കുഴിച്ചിടുകയോ കത്തിച്ചു കളയുകയോ ചെയ്തില്ലെങ്കിൽ പട്ടികളെ പോലെയുള്ള ജീവജാലങ്ങൾക്ക് ഭക്ഷണമായി തീരാനുള്ളതാണ്. ശ്വഭോജനം, ശ്വാവ് എന്നുവെച്ചാൽ പട്ടി, ഭോജനം ഭക്ഷണം. പട്ടികൾക്ക് ഭക്ഷണമായി തീരേണ്ട ഈ ശരീരത്തെ സ്വാത്മതയാ ഉപലാളിതം, ആത്മാവാണെന്ന് കണ്ട് ലാളിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ ഭൗതിക ലോക ജീവിതത്തിൻ്റെ അവസ്ഥ അന്നിരുന്ന് വരച്ചു കാണിച്ചതാണ്. ശരീരമാണ് ആത്മാവെന്ന് തെറ്റിദ്ധരിച്ച് ശരീരത്തെ ലാളിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മളൊക്കെ ഇന്ന് ശരീരത്തെ ലാളിച്ച് കഴിയുന്നവരാണ്. കാരണം ശരീരം മിനുക്കി നന്നാക്കി സൂക്ഷിച്ചു വെക്കാൻ വലിയ താല്പര്യമാണ്. ശരീരത്തെ ലാളിക്കും, ഓരോ അവയവങ്ങളെയും ലാളിക്കും. അവയ്ക്ക് വേണ്ട വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ഭൂഷണങ്ങൾ, സ്പ്രേകൾ ഇതെല്ലാം കൊടുത്ത് എവിടെയെങ്കിലും കേടുപാട് വന്നാൽ ആശുപത്രി പോയി കേടൊക്കെ മാറ്റി ശരീരത്തെ മിനുക്കി നന്നാക്കി സൂക്ഷിച്ച് എപ്പോഴും അതിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുന്നവരാണ് മനുഷ്യർ. കാരണം ശരീരം ആത്മാവെന്ന് തെറ്റിദ്ധരിച്ചവരാണ്. ശരീരം ശീര്യത്താകുന്നതാണ്, പൊടിഞ്ഞ് ക്ഷയിച്ചു പോകാനുള്ളതാണ്. അതെന്നും നിലനിൽക്കുന്നതല്ല. എന്നും നിലനിൽക്കുന്ന ആത്മാവ് മാത്രമാണ്. ശരീരത്തെ ആത്മാവാണെന്ന് കണ്ട് തെറ്റിദ്ധരിച്ചു പോകുന്ന ചില ആൾക്കാരുണ്ട്. സ്വഭോജനം സ്വാത്മതയാ ഉപലാളിതം. അവരെ വസ്ത്ര മാല്യ ആഭരണ അനുലേപനേഹി ഉപലാളിതം. ശരീരത്തെ ലാളിക്കുന്നത് എങ്ങനെയാണ്? വസ്ത്രം കൊണ്ട്, മാല കൊണ്ട്, ആഭരണം കൊണ്ട്, അനുലേപനം കൊണ്ട്, സുഗന്ധദ്രവ്യങ്ങൾ പൂശുന്നത് കൊണ്ട്. ഇങ്ങനെയൊക്കെ അവരവരുടെ ശരീരത്തെ ആത്മാവാണെന്ന് കണ്ട് പരിലാളിച്ചു കൊണ്ടിരിക്കുന്നവരായ അവിദ്വാൻമാർ സ്വാത്മരതനായ ഭഗവാന്റെ ഇച്ഛ എന്താണെന്ന് അവരറിയുന്നില്ല. അവർക്കത് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവരെ ഭഗവാന്റെ ആചരണങ്ങളെ പരിഹസിക്കുന്നത്. ശരിക്കറിയാത്തതുകൊണ്ടാണ് പരിഹാസം. ഹസന്തി യസ്യാചരിതം ഹി ദുർഭഗാഃ സ്വാത്മന്തതസ്യ അവിദുഷസ്വമീഹിതം യൈഹി വസ്ത്രമാല്യാഭരണാനുലേപനൈഃ സ്വഭോജനം സ്വാത്മതയോപലാളിതം. യൈഹി സ്വഭോജനം സ്വാത്മതയാ വസ്ത്ര മാല്യ ആഭരണാനുലേപനൈഃ ഉപലാളിതം ദുർഭഗാഃ സ്വാത്മന്തതസ്യ യസ്യ സമീഹിതം അവിദുഷഃ ആചരിതം ഹസന്തി. ഹസന്തി യസ്യ ആചരിതം ഹി ദുർഭഗാഃ സ്വാത്മന്തതസ്യ വിദുഷസ്വമീഹിതം യേർവസ്ത്രമാല്യ ആഭരണാനുലേപനൈഃ
സ്വഭോജനം സ്വാത്മതയോപലാളിതം ഹസന്തി യസ്യാചരിതം ഹി ദുർഭഗാഃ സ്വാത്മന്യതസ്യാവിദുഷസ്വമീഹിതം ഏർവസ്ത്രമാല്യാഭരണാനുലേപനൈശ്വഭോജനം സ്വാത്മതയോപലാളിതം ഹസന്തി യസ്യാചരിതം ഹി ദുർഭഗാഃ സ്വാത്മന്യതസ്യാവിദുഷസ്വമീഹിതം ഏർവസ്ത്രമാല്യാഭരണാനുലേപനൈശ്വഭോജനം സ്വാത്മതയോപലാളിതം ബ്രഹ്മാദയോ യത്കൃതസേതുപാലാഹം യത്കാരണം വിശ്വമിദം ച മായാം ആജ്ഞാകരീതസ്യ പിശാചചര്യാം അഹോ വിഭും നശ്ചരിതം വിഡംബനം. ബ്രഹ്മാദയ, ബ്രഹ്മാവ് മുതലായിരിക്കുന്ന ദേവന്മാർ യത്കൃതസേതുപാലാഹ, യാതൊരു ഭാഗവാനാൽ ചെയ്യപ്പെട്ട സേതു എന്നുവെച്ചാൽ അടയാളം, മര്യാദ, അതിരിനെ പരിപാലിക്കുന്നവരാണ്. യത്കൃത സേതു പാലാഹ, യാതൊരു ഭഗവാനാൽ ചെയ്യപ്പെട്ട സേതുവിനെ പാലിക്കുന്നവരാണ്. സേതുവിന് പാലം, ചിറ, അതിര് എന്നൊക്കെ അർത്ഥമുണ്ട്. അതുകൊണ്ട് ഇതിന് മര്യാദ, മര്യാദ എന്ന് വെച്ചാൽ അതിര് എന്നർത്ഥം. ഭഗവാൻ ഉണ്ടാക്കി വെച്ച ഈ അതിരുകളെ പരിപാലിക്കുന്നവരാണ് ബ്രഹ്മാദികളായ ദേവന്മാർ. കാരണം, എന്താണ് കാരണം? വിശ്വമിദം ച മായ, ഈ വിശ്വം മുഴുവൻ മായ തന്നെയാണ്. ആജ്ഞാകരീ തസ്യ പിശാചചര്യ, തസ്യ ആജ്ഞാകരീ, അവൻ്റെ ആജ്ഞയെ നടത്തുന്നവളാണ്. തസ്യ പിശാചചര്യ, ആ ദേവന്റെ പിശാച സമ്പ്രദായത്തെ അഹോ, അത്ഭുതം, ആശ്ചര്യം, വിഭൂംനഃ ചരിതം വിഡംബനം, വിഭൂമായ ഭഗവാന്റെ പ്രവൃത്തി വിഡംബനമാണ്, അനുകരണമാണ്, ആർക്കും അനുകരിക്കാൻ പറ്റിയതാണ്. ബ്രഹ്മാദികളായ ദേവന്മാരെ രുദ്രന്റെ ഹിതവും ഇച്ഛയും അനുസരിച്ച് സഞ്ചരിച്ചു പോകുന്നവരാണ്. അവരുടെ പോക്കിനെയും ഗതികളെയും നിയന്ത്രിക്കുന്നത് സാക്ഷാൽ രുദ്രനാണ്. ഈ കാണപ്പെടുന്ന ലോകത്തിനൊക്കെയുള്ള കാരണം വിശ്വമിദം യത് കാരണം, അതിൻ്റെ മൂലകാരണം ഈ ഭഗവാൻ തന്നെയാണ്. മായ ആജ്ഞാകരീതസ്യ, മായ അവൻ്റെ ആജ്ഞാകരിയാണ്, അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവളാണ്. എന്ന് പറയുന്നു, അത് ചെയ്യുന്നവളാണ്. ആ മായാഭഗവതി ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് സഞ്ചരിക്കുന്നവളാണ്. ഇത്രയും മഹാത്മ്യമുള്ള ആ ദേവന്റെ പിശാച സമ്പ്രദായത്തെ ലോകത്തെ അറിയിക്കാനുള്ള അനുകരണം മാത്രമാണ്. അഹോ, ഭഗവാന്റെ കാരുണ്യാതിശയം കീർത്തിക്കത്തക്ക തന്നെയാണ്. തൻ്റെ ആചരണം കൊണ്ട് പ്രാകൃതന്മാർക്കുള്ള ദേഹാഭിമാനത്തെ കളയിക്കണമെന്ന് തന്നെ വിചാരിച്ചിട്ടാണ് ഈ പിശാചചര്യ ധരിച്ചിരിക്കുന്നത്. താൻ ഇങ്ങനെയൊക്കെ ആചരിച്ചാൽ പ്രാകൃതന്മാർ, തന്നെ പോലെ ഇങ്ങനെ സഞ്ചരിക്കുന്ന പ്രാകൃതന്മാർ അവരുടെ ദേഹാഭിമാനത്തെ കളഞ്ഞ് എന്നെപ്പോലെ ആയിത്തീരാൻ മഹേശ്വരന്റെ അഭിപ്രായത്തെ, ആശയത്തെ അനുസരിച്ച് ജീവിക്കുന്നവരായിട്ട് മാറും. അതിനാണ് ഞാൻ ഈ പിശാചചര്യ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. എന്തിനാണ് മുമ്പ് ചോദിച്ചതിന് മറുപടിയാണ്. കാരണം അതുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇങ്ങനെ സഞ്ചരിച്ചു പോകാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് വിഘാതമാണ്, തടസ്സമാണ് എല്ലാം. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ബ്രഹ്മാദയോ യത്കൃതസേതുപാലാഹം യത്കാരണം വിശ്വമിദം ച മായാം ആജ്ഞാകരീതസ്യ പിശാചചര്യാം അഹോ വിഭൂം നശ്ചരിതം വിഡംബനം. ബ്രഹ്മാദേഹാം യത്കൃതസേതുപാലാഹ ഇദം വിശ്വം യത്കാരണം മായാ ആജ്ഞാകരീ വിഭൂംനഃ തസ്യ പിശാചചര്യാം അഹോ ചരിതം വിഡംബനം.
ബ്രഹ്മാദയോ യത്കൃതഫേതുപാലാഹം യത്കാരണം വിശ്വമിദം ച മായാം ആജ്ഞാകരീതസ്യ പിശാചചര്യാം അഹോ വിഭൂം നശ്ചരിതം വിഡംബനം. ബ്രഹ്മാദയോ യത്കൃതഫേതുപാലാഹം യത്കാരണം വിശ്വമിദം ച മായാം ആജ്ഞാകരീതസ്യ പിശാചചര്യാം അഹോ വിഭൂം നശ്ചരിതം വിഡംബനം. ഇത്രയും പറഞ്ഞപ്പം ഇത്രയുമാണ് കശ്യപന്റെ വാക്കുകൾ. അത് കേട്ടിട്ട് മൈത്രേയൻ പറഞ്ഞു, ഫൈവം സംവിദിതേ ഭർത്താം മന്മഥോന്മഥിതേന്ദ്രിയാം ജഗ്രാഹവാസോ ബ്രഹ്മർഷേഃ വൃഷളീവഗതപ്രഭാം. ഫായേവം സംവിദിതേ ഭർത്താം, ഭർത്താവിനാൽ അവൾ ഇങ്ങനെ പറയപ്പെട്ടിട്ടും അറിയിക്കപ്പെട്ടിട്ടും. കശ്യപ മഹർഷി വേണ്ടതുപോലെ യുക്തിഫഹമായി കാര്യകാരണമായി കാര്യങ്ങളൊക്കെ അവളെ അറിയിച്ചിട്ടും മന്മഥ ഉന്മഥിതേന്ദ്രിയ, കാമനെക്കൊണ്ട് മതിക്കപ്പെട്ട ഇന്ദ്രിയത്തോടു കൂടിയവളായ അവൾ ജഗ്രാഹ പിടിച്ചു, വാസോ വസ്ത്രത്തെ, ഉടുവസ്ത്രത്തിൽ കയറി പിടിച്ചു, ബ്രഹ്മർഷേഹ് ബ്രഹ്മർഷിയുടെ കശ്യപന്റെ, ഉർഷളീവ ഒരു ദാസിയെപ്പോലെ, ഗതത്രപ ലജ്ജയില്ലാത്തവളായി. ഇത്രയൊക്കെ പറഞ്ഞിട്ടും 3/4 മണിക്കൂർ കാത്തിരിക്കാനാവാത്ത അസഖ്യമായ കാമവേദന കൊണ്ട് പൊളയുന്നവളായ അവൾ തടുക്കാനാവാത്ത അദമ്യമായ ആഗ്രഹം കൊണ്ട് കശ്യപന്റെ വസ്ത്രത്തിന് ഉടുതുണിയെ കയറി പിടിച്ചു. ലജ്ജയില്ലാത്തവളായിട്ട് ഒരു ദാസിയെപ്പോലെ. ഫൈവം സംവിദിതേ ഭർത്താം മന്മഥോന്മഥിതേന്ദ്രിയാ ജഗ്രാഹവാസോ ബ്രഹ്മർഷേഃ വൃഷളീവഗതത്രപാം. ഭർത്താ ഏവം സംവിദിതേ മന്മഥോന്മഥിതേന്ദ്രിയാഃ സാ വൃഷളീവ ഗതത്രപ ബ്രഹ്മർഷേഃ വാസഃ ജഗ്രാഹ. ഫൈവം സംവിദിതേ ഭർത്താ മന്മഥോന്മഥിതേന്ദ്രിയാഃ ജഗ്രാഹവാസോ ബ്രഹ്മർഷേഃ വൃഷളീവഗതത്രപാം. ഫൈവം സംവിദിതേ ഭർത്താ മന്മഥോന്മഥിതേന്ദ്രിയാഃ ജഗ്രാഹവാസോ ബ്രഹ്മർഷേഃ വൃഷളീവഗതത്രപാം. ഫൈവം സംവിദിതേ ഭർത്താ മന്മഥോന്മഥിതേന്ദ്രിയാഃ ജഗ്രാഹവാസോ ബ്രഹ്മർഷേഃ വൃഷളീവഗതത്രപാം. ഫവിദിത്വാഥ ഭാര്യായാഃ തന്നിർബന്ധം വികർമ്മണി നത്വാദിഷ്ടായർഹസി തയാഥോപവിവേശഃ. കശ്യപൻ വിദിത്വാഥ ഭാര്യായാഃ തന്നിർബന്ധം, ഭാര്യയുടെ നിർബന്ധത്തെ അറിഞ്ഞിട്ട് വികർമ്മണി ചെയ്താൻ പാടില്ലാത്ത ഈ കർമ്മത്തിൽ നത്വാ നമസ്കരിച്ചിട്ട് ദിഷ്ടായ ദിഷ്ടത്തിനായിക്കൊണ്ട് നമസ്കരിച്ചിട്ട് ദൈവത്തിനായിക്കൊണ്ട് നമസ്കരിച്ചിട്ട് രഹസി ഏകാന്തതയിൽ വെച്ച് തയാ അഥ ഉപവേശ അവളോടൊപ്പം പോയി കിടന്നു, ബീജനിക്ഷേപം എന്ന രീതിയിലേക്ക് വേണ്ടി. വിദിത്വാഥ ഭാര്യായാസ്തന്നിർബന്ധം വികർമ്മണി നത്വാദിഷ്ടായ രഹസി തയാ അഥോപവിവേശഃ. വികർമ്മണി ഭാര്യായാഃ തന്നിർബന്ധം വിദിത്വാ മുനിഃ ദിഷ്ടായ നത്വാ രഹസി തയാ ഉപവിവേശ. ഫവിദിത്വാഥ ഭാര്യായാസ്തന്നിർബന്ധം വികർമ്മണി നത്വാദിഷ്ടായ രഹസി തയാഥോപവിവേശഃ. സന്ധ്യാസമയത്ത് രതിലീല വർജിക്കണം എന്ന് തന്നെയാണ് അത്. പക്ഷേ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നത് ഈശ്വരേച്ഛ തന്നെ ആവണം. ഭാര്യ ഒരു നിമിത്തമാണെന്ന് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് കശ്യപൻ ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് നമസ്കരിച്ചിട്ട്
അഗ്നിശാലയിൽ നിന്നും എഴുന്നേറ്റ് ഏകാന്തമായ ഒരു സ്ഥലത്ത് ഭാര്യയുമായി പോയി കിടന്നു. മഹാന്മാരായ പണ്ഡിതന്മാരും നിഷിദ്ധ കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നതും ഈശ്വരേച്ഛ തന്നെ. അല്ല, അവർക്ക് അറിയാൻ മെനഞ്ഞിട്ടല്ല. ഇത് പാടില്ലാത്തതെന്നറിയാമെങ്കിൽ പോലും ചെയ്യുന്നത് ഈശ്വരേച്ഛ കൊണ്ട് തന്നെയാണെന്ന് ഇവിടെ വെളിപ്പെടുത്തുക. ഫവിദിത്വാധ ഭാര്യായാപ്തം നിർബന്ധം വികർമ്മണി നത്വാദിഷ്ടായ രഹഫി തയാഥോപവിവേശഃ. ഫവിദിത്വാധ ഭാര്യായാപ്തം നിർബന്ധം വികർമ്മണി നത്വാദിഷ്ടായ രഹഫി തയാഥോപവിവേശഃ. അങ്ങനെ കശ്യപൻ്റെ കൂടെ ദിതി കുറച്ച് ദിവസം കഴിയട്ടെ, ബാക്കി നമുക്ക് അടുത്ത ദിവസം കാണാം. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഉപസംഹരിച്ചതിന് ശേഷം സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.